നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യയുടെ എണ്ണ വാങ്ങരുത്, വിൽക്കരുത്. റഷ്യയെ സാമ്പത്തികപരമായി പാപ്പരാക്കണം, തകർക്കണം. റഷ്യ ഒരു രീതിയിലും പുരോഗതി പ്രാപിക്കരുത്. ഇതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് UN ഉൾപ്പെടെ അമേരിക്ക നടത്തിയിരുന്നത്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തി അമേരിക്കയുടെ വശത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ റഷ്യക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് ഇറാനോടൊപ്പം സഖ്യം ചേർന്നുകൊണ്ട് ഇസ്രയേലിനെ തകർക്കുക എന്നുള്ളത്. അവരുടെ നഗരങ്ങൾ ചുട്ടുകരിക്കാൻ, ചാമ്പലാക്കാൻ റഷ്യയും ഇറാനും സംയുക്തമായി നീങ്ങിയാൽ കഴിയും. അമേരിക്കയ്ക്ക് മറ്റ് പല കാര്യങ്ങളിലും ഉത്തരം പറയേണ്ടതായുണ്ട്. അവരുടെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇറാൻ സൗദിയെയും ഖത്തറിനെയും കുവൈത്തിനെയും അവിടെയൊക്കെയുള്ള അമേരിക്കൻ എംബസി ആക്രമിക്കുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഞങ്ങൾ പിന്നെ നിങ്ങളുടെ എയർബേസുകൾ തുറക്കാനുള്ള സൗകര്യം തന്നത് എന്തിനാണ് എന്ന അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും അമേരിക്കയ്ക്ക് കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. നോക്കൂ, 2026 ഒരു വലിയ സമാനതകളില്ലാത്ത പോരാട്ടത്തിൻ്റെ വർഷമാണ്. ലോകം പല രീതിയിൽ, ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ് എന്ന രീതിയിൽ ലോകമഹായുദ്ധത്തിലുണ്ടായ സഖ്യം പോലുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചേരിയിലേക്ക് ലോകം തിരിയുന്ന സമയം. അതിൽ കൃത്യമായി ഇറാനോടൊപ്പം ചേരുന്ന ആരൊക്കെ, ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി വളം വയ്ക്കുന്നത് ആരൊക്കെയാണ് രഹസ്യമായിട്ടുള്ള അടിയിൽ കൂടി പണി ചെയ്യുന്നത്, ചതി, ഡബിൾ ഗെയിം, ഇതൊക്കെ ആരൊക്കെയാണ് നടത്തുന്നത്? വലിയ രീതിയിലുള്ള റിസർച്ചും വലിയ രീതിയിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, നയതന്ത്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നീക്കം എന്തെന്ന് വെച്ചാൽ, ഈ വർഷത്തോടു കൂടി ഇറാനെ പരിപൂർണമായി നിശ്ചലമാക്കി അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കിയാൽ ഇസ്രായേലിനും അമേരിക്കയുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ കൃത്യമായി നടക്കും. ഇറാനിൽ അമേരിക്കയ്ക്ക് ഒരു എയർബേസ് തുടങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ് അമേരിക്ക സജ്ജീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അറബ് രാജ്യങ്ങളെ മുഴുവൻ വരിഞ്ഞു കെട്ടിയിട്ട് ഇറാനെ കളിപ്പാവയാക്കിക്കൊണ്ട് അമേരിക്ക അവരുടെ ചിരകാല അഭിലാഷം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം. അവിടെയാണ് റഷ്യ കൂടുതൽ പിടിമുറുക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചബഹർ പോർട്ടും ഇറാനിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും അവർക്ക് വേണ്ടി പരിപൂർണമായി തുറന്നു കൊടുക്കാൻ, പരിപൂർണമായി വിശ്വാസത്തിനടുത്ത് തുറന്നു കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇത് കൂടുതൽ റഷ്യയെ കരുത്ത് ഉള്ള രാജ്യമാക്കും. പഴയ സോവിയറ്റ് യൂണിയനാക്കി മാറ്റാൻ അത്രയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ശ്രമം നടത്തി വരുന്ന വ്ളാഡിമിർ പുടിന് വലിയ കരുത്തേകുന്ന നടപടിക്രമങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.